ഗൈസ് ഇതാണ് ഫിംഗർ ചലഞ്ച്. നിങ്ങൾ കൈ ഇങ്ങനെ വെക്കുക. കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. നിങ്ങൾ വിരൽ ഇങ്ങനെ വെക്കുക. നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഹാൻഡ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിരൽ വെക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ടി വി റിമോട്ടിനായി വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ടി വി റിമോട്ടിനായി വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഏസാണോ നോയാണോ? ടി വി റിമോട്ടിനായി വീട്ടിൽ പെങ്ങളായിട്ടോ, ഇപ്പം ഞാൻ പെങ്ങളായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കും. അവൾ കാർട്ടൂണാണ് ഇഷ്ടം, എനിക്ക് സിനിമയാണ് ഇഷ്ടം, അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഏസ് കൊടുത്ത് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തിലായിട്ട് പോകാൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾ എന്താ പറയുക, ഫുള്ള് കൈയുടെ ഉള്ളിലാട്ട് കൈ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ കൈ കയറ്റി വെച്ചിട്ടുണ്ടോ? ഫുൾ കൈ ഷർട്ട് ഇടുമ്പോൾ ഇങ്ങനെ ഫുൾ കൈ ഷർട്ടിലായിട്ട് ഉള്ളിലായിട്ട് കൈ കയറ്റി വെച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കൈ കയറ്റി വെച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെയൊക്കെ കൈ കയറ്റി വെച്ചിട്ടുണ്ട്. ഏതിൽ ഫുൾ കൈ ഇടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഹൂഡി ഇടുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. മൂന്നാമതിലോട്ട് പോവാണ്. നിങ്ങളുടെ ഫ്രണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പെട്ടെന്ന് ഫാസ്റ്റിലാണ് എഴുതുന്നത്, നിങ്ങൾ സ്ലോയിലാണ് എഴുതുന്നത്. അവൻ പെട്ടെന്ന് പേപ്പർ മറിച്ച് കളഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും, നമ്മൾ നോക്കി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേപ്പർ മറിച്ച് കളഞ്ഞിട്ടുണ്ടോ? എൻ്റെ അങ്ങനെ മറിച്ച് കളഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ മറിച്ച് കളഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്പീഡ് എഴുതുന്നത് ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, നാലാമത്തത് നിങ്ങളുടെ ഹാൻഡ് വൈബ്രേറ്റ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ കൈ ഇങ്ങനെ നിങ്ങൾ ബെഡിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ കാലും കൈയൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ആയ പോലെ വന്നാറുണ്ടോ? എനിക്കങ്ങനെ വൈബ്രേറ്റ് ആയിട്ടാണ്. ഞാൻ 4 പോയിന്റ് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബുക്കും പെൻസിലും പേനയൊക്കെ വെച്ചുകൊണ്ട് ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? പഠിച്ചിട്ടിരിക്കുന്നതിനിടയ്ക്ക് ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ? ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് 5 പോയിന്റ് ആയിരിക്കണം. ഞാൻ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടില്ല. നിങ്ങൾ ഗെയിമിൽ നിന്ന് ഔട്ടായിട്ടുണ്ടെങ്കിൽ എത്ര പോയിന്റ് കിട്ടുന്നത് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്തോട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്ത പുതിയ വീഡിയോ നമ്മൾ നിങ്ങളുടെ എത്തത്തുള്ളൂ. എന്നാലേ ഓക്കെ. ആറാമത്തിലോട്ട് പോവാണ്. നിങ്ങൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടോ? ഗൈസ് അങ്ങനെ കരയാൻ പാടില്ല. ഞാൻ ഇന്നലെയും കൂടി കരഞ്ഞു എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് വീണ്ടും വരും. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും.